വിശ്വസിക്ക്. വേണോ? നിങ്ങളത് സ്മോൾ തിളപ്പിച്ചാണ് കുടിക്കുന്നത്. ഓഹോ, ചുക്ക് കാപ്പിയാടാ, നല്ല തൊണ്ടവേദന. ഇനിയെങ്കിലും ഞങ്ങൾ പൊക്കോട്ടെ. ഇത് കണ്ട, ഒരു സൈഡ് കടൽ, മറ്റേ സൈഡ് മരുഭൂമി. നീയൊന്നും നീന്തിയാലും എത്തൂല, നടന്നാലും എത്തൂല. നീയൊക്കെ ഇവിടെ കിടന്ന് ചാവും. കഥ വല്ലാതെ ബോറടിക്കുന്നടാ. ഇനി നടന്ന സത്യം പറ. ഐ ജസ്റ്റ് വാണ്ട് ദ റിയൽ സ്റ്റോറി. കമ്പനിയുടെ കോടികൾ വിലമതിക്കുന്ന മെഡിക്കൽ ഡാറ്റ ചോർത്തി നീയൊക്കെ ആർക്കാണ് കൊടുത്തത്? എത്ര കിട്ടി? പെട്ടെന്ന് പറഞ്ഞു. അവർ അച്ഛൻ ടെററാടാ, ടെറർ. ഡേറ്റ കുറച്ചെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അല്ലേ ഞങ്ങളുടെ ഡേറ്റ കൊണ്ട് ഒരു തിണ്ടിക്ക് ഒരു ഉപകാരമില്ല. ഞങ്ങളുടെ കമ്പനി അങ്ങനത്തെ ഒരു കമ്പനി അല്ല. നിങ്ങൾക്ക് എന്ത് തെറ്റ് പറ്റിയതാ? എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളുടെ കമ്പനി രോഗങ്ങളുടെയും മരുന്നുകളുടെയും ഡേറ്റ എടുക്കും, എന്നിട്ട് അതൊരു എക്സൽ ഷീറ്റ് ഇടും, എന്നിട്ട് അത് ക്ലയന്റിന് അയച്ചു കൊടുക്കും. എത്രയും ഞങ്ങളുടെ കമ്പനി ചെയ്യുന്നുള്ളൂ. അല്ല, നിങ്ങൾ പറയുന്ന ഒന്നുമില്ല. സത്യമാ? അല്ല, നിങ്ങളുടെ പാടത്തെ വിളിച്ചു വെച്ചോ. അതെ, ഞാൻ നമ്പർ തരാം. മാഡം അല്ലേ? എങ്ങനെ നമ്മുടെ മാഡത്തിന് നമ്പർ അറിയുന്നത്? ഹലോ മാഡം, ഞാൻ ബെഞ്ചുവാ. എന്നെ ഇവിടെ ആരൊക്കെയോ തട്ടിക്കൊണ്ട് വന്നേക്കുവാ. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഏതോ ഡേറ്റ ഞാൻ മോട്ടിച്ചെന്ന്. നമ്മുടെ കമ്പനി അങ്ങനത്തെ ഒരു ഡേറ്റയും കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു കൊടുക്കും മാഡം. ഞാൻ കുറച്ച് പാവാണെന്നും കൂടെ പറഞ്ഞേക്കേ. ഗുഡ് മോർണിംഗ് മാഡം. പറഞ്ഞു കൊടുക്കും മാഡം. തെറ്റ് പറ്റിയതാ. ജനങ്ങളുടെ മെഡിക്കൽ ഡേറ്റ ആണത്. നമ്മുടെ ക്ലയന്റ് കമ്പനിക്ക് വാക്സിൻ ഉണ്ടാക്കാൻ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ, ആ ഡേറ്റ ആണ് നീയൊക്കെ ചോർത്തി കൊടുത്തത്. ആ ഡേറ്റ എങ്ങാനും പുറത്തു പോയ കമ്പനി പൊളിയും. ഞാനും നീയും അടക്കം പലരും കൊടുക്കും. നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ച കമ്പനി ലാപ്ടോപ്പ്, അതിൽ നിന്ന് ഇന്നലെ രാത്രി 12 മണിക്ക് ഡേറ്റ ഡൗൺലോഡ് ആയേക്കുന്നത്. നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ കട്ട് ചെയ്തു അല്ലേ? അയ്യോ, കട്ട് ഞാനല്ല, അതിവനാ. ഡേറ്റ തിരിച്ചേൽപ്പിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ എനിക്കറിയില്ല നിനക്ക് എന്താ സംഭവിക്കുമെന്ന്. ഇതെന്റെ കൈ നിൽക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്തുവാന്ന് വെച്ചാൽ അവരുമായിട്ട് സംസാരിച്ച് തീർത്തു. ഞാൻ ഏൽപ്പിച്ച ആൾക്കാരവര്. ബൈ. മാഡം വെക്കല്ലേ, വെക്കല്ലേ, വെക്കല്ലേ. ജെസ്സി, പബ്ജി കളിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ശത്രുക്കളെ ഓരോരുത്തരായി കൊന്നു മുന്നേറുന്ന കളി. ഐ ആം എ പബ്ജി അഡിക്റ്റ് ഇൻ റിയൽ ലൈഫ്. എനിക്ക് തടസ്സം നിൽക്കുന്നവരെ ഞാൻ തീർക്കും. സർ, ട്രസ്റ്റ് മീ, ഞാനല്ല. ഐ ഡോണ്ട് നോ. നോ. ആ ടാറ്റ എത്ര വിലമതിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് പുറത്തു പോയാൽ നിങ്ങളകത്ത് പോകും. ഞാൻ എങ്ങനെങ്കിലും ഒരു ഈ സീസണിലോ എപ്പിസോഡിലോ പോലും ഞാനുണ്ടാവില്ല. ഞാൻ ഏൽപ്പിച്ച അൽ അവരാൻ അസോസിയേറ്റ്സ് അവരുമായി സംസാരിക്കുന്നത്. ഡേറ്റ എങ്ങനെങ്കിലും അവരെ തിരിച്ചെടുക്കും. ഒറ്റ ദിവസം തരും. അതിനുള്ളിൽ ആ ഡാറ്റ അവർ ആർക്കു കൈമാറുന്നു എന്ന് കണ്ടെത്തി തടഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ അറിയാലോ, പബ്ജി ഞാൻ കളിക്കും. പോട്ടെ ജെസ്സി മേഡം. മാഡം ഇനി സീനിലില്ല. ഇനി പറ, പാതിരാത്രി 12 മണി നിങ്ങൾ ഡാറ്റ ആർക്ക് വേണ്ടി ചോർത്തി? എവിടെയാണ് ഡാറ്റ? പിന്നെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇന്നലെ രാത്രി ഞാൻ എന്റെ വീട്ടിൽ ഇല്ലായിരുന്നു, ഇവരുടെ വീട്ടിലായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് ഞാൻ എന്റെ വീട്ടിലെത്തിയേ. പിന്നെ ഞാൻ എങ്ങനെ ഡേറ്റ ഓർത്തുന്നത്? അതെ, വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തോ, പോസ്റ്റ് ഇട്ടുണ്ട് 3:30. ശരി, ആവറാജ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പാതിരാത്രി നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ആരാടാ ഡാറ്റ ചോർത്താൻ? നിന്റെ അച്ഛനാണോ അതോ തള്ളയോ അതോ പെണ്ണുപിള്ളയോ? എനിക്ക് അറിഞ്ഞൂടാ. പാതിരാത്രി ഇതെനിക്കറിയാം. ചേറാടിക്കറിയാന്ന് കേട്ടിട്ടുണ്ട്. ആരാടാ എന്നിക്കറിയാ? എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ എന്നോടൊന്ന് വാ, ഞാൻ ഇത് തെളിച്ചുതരാം.
നിന്റെ കൂടെ വരെ ഞങ്ങളായിരുന്നു നിന്റെ ബോഡി ഗാർഡ്. എവിടേക്ക്? ഇതെന്തോ പണിയാണ്. പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും. അല്ല ഫോൺ എന്താ? അല്ല വേണ്ട, ഞാൻ ഒരു നമ്പർ തരാം. ആ നമ്പറിൽ ഒന്ന് വിളിക്കോ. എൻ്റെ ഭാര്യയുടെ നമ്പറാ. നമ്പർ പറയടാ. 97692849. ഹലോ എടി റീനെ, ഞാനാ. അവളവിടെ? രണ്ടും കൂടെ മുങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എവിടെയാ? അതെനിക്കറിയത്തില്ല, നീ ഒന്ന് കേക്ക്. എനിക്കൊന്ന് അയ്യോ നീ കരുതുന്ന പോലല്ല, എന്നെ ആരൊക്കെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നേക്കുവാ. അവൻ മാത്രമല്ല ഞാനുണ്ട്. സിബു, സിബു, പറയടാ. നിനക്ക് അങ്ങനെ ഉണ്ടാവണം. ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കണോ അല്ലേ? കൊല്ലും ഞാൻ രണ്ടിനെയും. നിന്നില്ലടാ എന്നെ അവളെ. എടി അവള്. ഓ നിങ്ങളുടെ മായല്ലേ? അവളെന്റെ മുമ്പിലുണ്ട്. അയ്യോ നീ അവളെ വിടരുത്, അവളെ വിടരുത്. ആ അവളെയും പിടിച്ച നിങ്ങളെ എടി എടി എൻ്റെ ജീവൻ തന്നെ ഈ തോക്കിന് മുന്നിലാണ്. നീ ഒന്ന് പറയുന്നത് വിശ്വസിക്ക്. നീ അവളെ വിടരുത്. നിന്റെ ലൊക്കേഷൻ അയച്ചാ ഞാൻ അങ്ങോട്ട് വരാം. അവള് മായല്ല, അവള് താടക. അവൻ അങ്ങനെയൊന്നുമില്ല, പാവ. പോടാ തെണ്ടി, മിണ്ടരുത്. നീ ഒറ്റത്തും കാരണം. മോളെ പ്ലീസ് നീ ലൊക്കേഷൻ ഒന്ന് അയക്ക്. എനിക്ക് കേക്കണ്ട. ഹലോ ഹലോ വെച്ചിട്ട് പോയോ? ഇതെന്താ വീഡിയോ കണ്ടോ, ഇതാ ഞങ്ങളുടെ അവസ്ഥ. നീ ഒന്ന് അയച്ചതാ പ്ലീസ്. അയ്യോ അയ്യോ ബെഞ്ചോട്ടെ മാത്രം ഒന്നും ചെയ്യല്ലേ. അയ്യോ ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. ഇപ്പൊ അയച്ചുതരാം. അവരാ ചായോ ഇത് പണി പാടുവോ? നോക്കി നിൽക്കാതെ പുറത്തേക്ക് ഇറക്കണം. അച്ചായ വരുന്നില്ലേ? പോയി പിടിച്ചോണ്ട് വാടാ. ഓക്കെ അവളവിടെ കാണും. അവളെ കൊല്ലും ഞാൻ അഞ്ചൊക്കെ. അവളെന്തേ? എന്തുവാണ് ഇതൊക്കെ? ഒന്നുമില്ല, എല്ലാം പറയാം. അവളെന്തേ? എടി വഞ്ചക, എവിടെ ഇരുന്ന് ലാപ്ടോപ്പ്? എന്റെ കുഞ്ഞ് പോടറക്കാണ്. സോറി. കുഴപ്പമില്ല. അയ്യോ ചാച്ച, എന്താടാ മുറ്റു കോമഡി. ചാച്ചനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയിണ്ട? ഇല്ല. ആ അതാണ് ഇവനൊക്കെയാണല്ല വിറക്കേറുന്നു. ചാച്ചന്റെ അല്ലേ മോൻ, പറഞ്ഞിട്ട് കാര്യമില്ല. ചാച്ച എന്താടാ? ഗുണ്ടകളാണല്ലോ മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ. ചാച്ചനറിയോ, എൻ്റെ ഒരു മനസ്സാന്നിധ്യം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പൊ ശരി. എന്താ ചാച്ച നിർത്തി? എടാ ബാക്കിൽ എന്തോ സൗണ്ട് കേട്ടില്ലേ? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു. നീ ഒന്ന് നോക്കിട്ടൊന്നേ. ഓക്കെ. അയ്യോ ചാച്ച, അയ്യോ സിബു, ചാച്ച. ഇവനായിട്ടുള്ള എല്ലാ ഏർപ്പാടും നീ ഇന്നത്തോളം നിർത്തിക്കും. അവിടെ കിടക്കണേ വാസൂരി. അയ്യോ ചേട്ടാ ഘർ ഘർ ചാത്ത. മലയാളിയാണോ? നാട്ടിലെവിടാ?